ദൈവസന്നിധിയിൽ തിരുവചനവുമായിട്ട് നിൽപ്പാൻ കർത്താവ് വീണ്ടും ഒരു അവസരം തന്നു. ദൈവത്തിന് സ്തോത്രം. एक बार फिर से परमेश्वर की उपस्थिति में उसके वचन के साथ खड़े होने के लिए जो परमेश्वर ने अवसर दिया उसके लिए उसका धन्यवादित हूँ। ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് നമ്മുടെ മധ്യത്തിൽ ഇല്ല എങ്കിലും ഒരു സഹോദരി റൂത്ത് മുടക്കം കൂടാതെ നമ്മുടെ ആരാധനയിലേക്ക് കടന്നു വരുന്നു. പ്രിയ മകളോടുള്ള ഒരു സോളിഡാരിറ്റി, അതിനുവേണ്ടിയാണ് ഇന്ത്യയും കൂടെ ഒരു സഹായം വേണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. बाइबल स्कूल के विद्यार्थी आज हमारे मध्य में नहीं है, लेकिन फिर भी लगातार हमारे कलीसिया में एक रूथ नामक सिस्टर हमारे साथ जुड़ी हैं, उनके लिए आज ये अनुवाद किया जाता है। കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം തിരുവചനത്തിന് മുൻപാകെ ആയിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ആയിരിക്കുക. परमेश्वर हमारे अगुवाई करे। हम जब परमेश्वर के वचन के सम्मुख हैं, काफ़ी ध्यान के साथ और आग्रह के साथ उसके सम्मुख रहें। വചനത്തിന് മുൻപാകെ ആയിരിക്കുമ്പോൾ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ ഭക്തിയോടുകൂടെയുള്ള ആ ഭയത്തോടുകൂടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. जैसा मैं हर समय याद दिलाता हूँ, जब हम परमेश्वर के वचन के सम्मुख हैं, हम पूर्ण भय और भक्ति के साथ उसके सम्मुख रहें। പ്രാരംഭത്തിൽ ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, എന്നാൽ അതല്ല നമ്മുടെ ചിന്താ വിഷയം. शुरुआत में एक वाक्य में पढ़ना चाहूँगा, वो हमारा ध्यान का विषय नहीं। ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 12-ാം വാക്യം. फिलिपियों की पत्री उसका 2रा अध्याय और उसका 12वां पद। അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം ഇപ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. इसलिए है मेरे प्रियों, जिस प्रकार तुम सदा से आज्ञा मानते आए हो, वैसे ही अब भी न केवल मेरे साथ रहते हुए पर विशेष करके अब मेरे दूर रहने पर भी डरते और कांपते हुए अपने अपने उद्धार का कार्य पूरा करते जाओ। അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. डरते और कांपते हुए अपने अपने उद्धार का कार्य पूरा करते रह जाओ। ഒറ്റ നോട്ടത്തിൽ ആ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത രക്ഷയ്ക്കായി ഞാൻ പ്രവർത്തിക്കണം എന്ന്. पहली दृष्टि में इस वाक्य को अगर हम पढ़ें तो शायद हमारे मन में इस प्रकार की विचार आ सकता है कि उद्धार के लिए हमें कार्य की जरूरत है। ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനെ വായിക്കുന്നത് വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. इंग्लिश में हम उस प्रकार से पढ़ते हैं वर्कआउट योर सैल्वेशन। നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന്. अपने उद्धार के लिए तुम कार्य करो। നാം കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ, हम जब प्रभु यीशु मसीह को अपने व्यक्तिगत उद्धारकर्ता और प्रभु के रूप में जब मान लेते हैं, നമ്മുടെ കർത്താവ് ഉള്ളിൽ പ്രവർത്തനം ആരംഭിക്കുന്നു, പിന്നെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. हमारा प्रभु हमारे अंदर कार्य शुरू करता है और फिर वो कार्य करता ही रहता है। ആ നിമിഷത്തിലാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവായും രാജാവായും നമ്മുടെ കർത്താവ് വാഴുവാനായിട്ട് ആരംഭിക്കുന്നത്. उस समय से लेकर हमारा प्रभु हमारे अंदर प्रभु के रूप में और राजा के रूप में राज्य करने लगता है। അവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് അവൻ പ്രവർത്തനം ആരംഭിക്കുകയാണ് ആ നിമിഷം മുതൽ. उस समय से लेकर हमारे अंदर वो कार्य शुरू करने लगता है। സൗജന്യമായിട്ട് നൽകിയ രക്ഷയിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണത്. हमको सौजन्य रूप में मिला हुआ एक उद्धार है और वो हमारे लिए अनुग्रह का कारण है। അവൻ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. वो हमारे अंदर काम करता है। അവൻ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ എന്റെ ഉത്തരവാദിത്വം ബാഹികമായിട്ട് ഞാൻ പ്രവർത്തിക്കണം. जब प्रभु मेरे अंदर कार्य करता है, मेरी जिम्मेदारी ये है कि मैं बाहर उसके लिए काम करूं। അതിനർത്ഥം രക്ഷയ്ക്കായിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. उसका अर्थ उद्धार के लिए नहीं मैं कार्य करता, എന്നാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം. लेकिन चूंकि मैंने उद्धार पा लिया है, मुझे कार्य करते ही रहना है। ഞാൻ യുവാക്കളോട് സംസാരിക്കുമ്പോൾ സാധാരണ പറയാറുണ്ട് ഇങ്ങനെ: जब मैं युवाओं से बातचीत करता हूं, मैं इस प्रकार कहता हूं, He works in and I work out. वो मेरे अंदर कार्य करता है और मैं बाहरी कार्य करता हूं। അവൻ ഉള്ളിൽ പ്രവർത്തിക്കുന്നു, वो मेरे अंदर कार्य करता है, ഞാൻ അത് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ച് ജീവിക്കുന്നു. वो मैं मेरे विश्वास के जीवन में
उसको प्रतिबिंब करते हुए जीवन बिताता है। ഇന്നത്തെ ലോകത്തിൽ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. आज की इस दुनिया में कार्य करने के विषय में क्या है ये हम सब जानते हैं। പ്രത്യേകിച്ച് യുവ സഹോദരന്മാർക്ക് നന്നായിട്ട് അറിയാം വർക്കൗട്ട്. युवा लोग बहुत अच्छी तरीके से जानते हैं इस तरीके से कार्यशील होना का अर्थ क्या है। സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്? രാവിലെ എഴുന്നേക്കും വർക്കൗട്ട് ചെയ്യും അല്ലേ? हम ऐसा कहते हैं कि हम सुबह उठकर हम अपने कार्य में कुछ व्यायाम करते हैं। വ്യായാമം, കായിക അഭ്യാസം, അതിനാണ് നമ്മൾ വർക്കൗട്ട് എന്ന് പറയുന്നത്. उस प्रकार का व्यायाम या अभ्यास हम करते हैं, उसको हम वर्कआउट कहते हैं। ശരീരത്തിന് വേണ്ടിയുള്ള നമ്മുടെ വ്യായാമം, हमारे शरीर के लिए जो व्यायाम अभ्यास हम करते हैं, അതുപോലെ തന്നെ ആത്മികമായ ജീവിതത്തിലും ഒരു വ്യായാമം, ഒരു കായിക അഭ്യാസം അത് അത്യാവശ്യമാണ്. और उसी प्रकार हमारे आत्मिक जीवन के लिए भी एक व्यायाम की, एक अभ्यास की जरूरत है। So we all are to work out our salvation. और इसीलिए हमारे उद्धार का कार्य व्यायाम हमें सबको करना है। രക്ഷിക്കപ്പെട്ടവരെല്ലാവരും തന്നെ വിശ്വാസത്തിന്റെ ആ പ്രവൃത്തിയില് എപ്പോഴും അതിൽ അഹോരാത്രം അധ്വാനിച്ചുകൊണ്ടിരിക്കണം. जितने लोगों ने उद्धार पाया है वो उस विश्वास के कार्य में रात दिन लगे रहना है। ആ പ്രാവർത്തിക വിശ്വാസത്തെ കുറിച്ചാണ് യാക്കോബ് തന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. वो जो विश्वास जो कार्य में लेकर आना है उसके विषय में हम याकूब की उस पत्री में पढ़ते हैं। വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. मेरे विषय में प्रवेश करने से पहले एक और बात मैं याद दिलाना चाहता हूं। ആത്മീയരായ നമ്മൾ 3 മേഖലകളിലാണ് നമ്മുടെ ജീവിതം. हम आत्मिक तौर से 3 स्थलों में जीवन बिताते हैं। 3 സ്ഫിയറിലാണ് നമ്മൾ ആയിരിക്കുന്നത്. 3 प्रत्येक स्थितियों में हम रहते हैं। ഏറ്റവും ഉള്ളിലുള്ള സ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വ്യക്തിപരമായ നമ്മുടെ ജീവിതം, ഇൻഡിവിജ്വൽസ്, നമ്മുടെ ജീവിതം. सबसे पहली स्थिति हमारी व्यक्तिगत हमारा जीवन है जो हमारे अंदर है। അടുത്ത സർക്കിൾ അല്ലെങ്കിൽ സ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. दूसरी स्थिति हमारा परिवार है। വിശ്വാസികളെ നമ്മൾ സഭയിൽ ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ അതിന്റെ അടുത്ത ഒരു സ്ഫിയർ എന്ന് പറയുന്നത് നാം ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സ്ഥല സഭയാണ്. और विश्वासी होने के नाते हमारी अगली जो स्थिति है वो है हमारी कलीसिया। ഇത് വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ട ഒരു വിഷയമാണ്. ये बहुत ही ध्यान के साथ लेने का एक विषय है। നമ്മുടെ സഭാ കൂട്ടായ്മ എന്ന് പറയുന്നത് നമുക്കൊരു കൺവീനിയൻസ് അല്ല. ये कलीसिया की जो संगतियां हैं ये हमारे किसी इच्छा के अनुसार चलने वाली चीज नहीं। ഒരു പരിധി വരെയ്ക്ക് നമ്മൾ ചിന്തിക്കാം ഇതൊരു അവകാശമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു, കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. एक तरह से हम इस प्रकार सोच सकते हैं क्योंकि मैंने उद्धार पाया है, ये मेरा अवकाश है, मुझे मिलना ही चाहिए। എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭൂതിയായിട്ട് തന്നെ ഇരിക്കണം. लेकिन ये हमारे जीवन का एक अनुभव बन के रहना चाहिए। എൻ്റെ ജീവിതത്തിലെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് എൻ്റെ സ്ഥലം സഭ. मेरे जीवन में मेरे परिवार का एक बढ़ाया गया एक हिस्सा है मेरी जो आत्मिक कलीसिया है। അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിക്കാനായിട്ട് പാടില്ല ഇന്ന ഇന്ന കാര്യങ്ങളിൽ മാത്രം സഭ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റെ സ്വകാര്യമാണ്. और इसीलिए जब हम परिवार उस शब्द का प्रयोग करते हैं हमें ऐसे नहीं सोचना कि कलीसिया केवल इन बातों में, मेरी बातों में वो दिलचस्पी दिखाए और कुछ बातों में ना दिखाए। തീർച്ചയായിട്ടും നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും. ये सही है कि हमारी व्यक्तिगत तौर पर हमारी बहुत ही प्रत्येक बातें हैं और पारिवारिक तौर पर भी उस प्रकार की बातें हैं। എന്നാൽ എവിടെയെല്ലാം സഭയുടെ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നുണ്ടോ ആ കാര്യങ്ങളിൽ സഭയ്ക്ക് വിധേയപ്പെട്ട് വേണം നാം എപ്പോഴും ആയിരിക്കാൻ. लेकिन जहां कहीं कलीसिया के कार्य की आवश्यकता है वहां पर उस कलीसिया के अधीन रहकर ही हमें जीवन बिताना है। സഭയുടെ മൂപ്പന്മാരോടും ശുശ്രൂഷകരോടും ഉപദേഷ്ടാക്കന്മാരോടും വിധേയപ്പെട്ടായിരിക്കണം സഭാ വിശ്വാസികൾ എന്നുള്ളത് ഉപദേശപരമായിട്ട് തിരുവഴുത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. कलीसिया में कलीसिया के जो अगुवे हैं, जो लोग सेवकाई करते हैं, जो परमेश्वर के दास हैं, उन सब के अधीन रहकर हमें जीवन बिताना है, उस विषय में वचन बहुत साफ तौर पर हमें बताते हैं। അതുകൊണ്ട്
തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അറിവില്ലായ്മ എന്ന ഒരു ഭ്രമത്തിൽ നാം ഒരിക്കലും ആയിരിക്കരുത്. इसीलिए हम इस प्रकार की मिथ्या धारणा में ना रहे कि हम ये सब नहीं जानते हैं. അതിന് ഞാൻ ഇംഗ്ലീഷിൽ ഒരു പുതിയ വേർഡ് കോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്ന വിഷയമാണ് സിലക്റ്റീവ് ഇഗ്നോറൻസ്. इसलिए इंग्लिश में भाई ने एक वर्ड इस प्रकार से निकाला है जिसको हम कहते हैं मेरी इच्छा के अनुसार मैं उसको नकार देता हूँ. സിലക്റ്റീവ് ഇഗ്നോറൻസ്, അതായത് ഇത് എനിക്ക് അറിഞ്ഞുകൂടാന്ന് ഞാൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. मैं चुनकर नकार देता हूँ, मेरी इच्छा में मुझे ये नहीं चाहिए और मैं उसको छोड़ देता हूँ. അങ്ങനെ ഒരിക്കലും ആകരുത്. ऐसा नहीं होना चाहिए. എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു സജീവ അറിവ് ഉണ്ടായിരിക്കണം സഭയെ സംബന്ധിച്ച്. हर विषय में हमें कलीसिया के संबंध में इस जानकारी का होना जरूरी है. ആ വിധത്തിൽ സഭയ്ക്ക് പ്രാധാന്യം കൊടുത്ത് സഭയ്ക്ക് വിധേയപ്പെട്ട് അതിൽ കൂടെ ദൈവത്തിന്റെ സകല നിർദ്ദേശങ്ങൾക്കും വിധേയപ്പെട്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इसीलिए इस प्रकार वचन के अनुसार सब बातों में कलीसिया के अधीन रहकर, परमेश्वर के अधीन रहकर जो लोग जीवन बिताते हैं, ऐसे लोगों के लिए, परिवारों के लिए मैं परमेश्वर का धन्यवाद देता हूँ. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഭാഗം ഈ നാളുകളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. मैंने जो भाग आज के संदेश के लिए चुना है, मैं इन दिनों में मैं उसकी पठन में हूँ. പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു മനസ്സ് അലിഞ്ഞു എന്ന് പറയുന്ന ഭാഗങ്ങളാണ്. नए नियम में जहां पर हमारे प्रभु यीशु मसीह के दिल वो पिघल गया, वैसे भाग है. അങ്ങനെ 7 ഭാഗങ്ങൾ തിരഞ്ഞെടുത്താണ് ഞാൻ ചിന്ത ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ऐसे 7 भागों को चुनकर मैं इन दिनों में पढ़ रहा था. എന്നാൽ 7 ഭാഗങ്ങളും ചിന്തിക്കുവാനായിട്ടുള്ള സമയം നമ്മുടെ മുൻപിലില്ല. लेकिन उन 7 भागों को चिंतन करने का समय हमारे साथ नहीं. 7 ഭാഗങ്ങളും ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. मैं इन 7 भागों का विवरण जरूर करूंगा. എന്നാൽ അല്പം വിശദമായിട്ട് നാം പഠിക്കുന്നത് പുതിയ നിയമത്തിലെ 3 ഭാഗങ്ങളിൽ എവിടെയൊക്കെയാണ് കർത്താവിന്റെ മനസ്സലിവിനെ കുറിച്ച്, അനുകമ്പയെ കുറിച്ച് നാം പഠിക്കുന്നത്. लेकिन थोड़ा और ज्यादा हम नए नियम के 3 भागों में जहां पर हमारे परमेश्वर का दिल पिघल गया, उन बातों को देखना चाहिए. അതിന് മുന്നോടിയായിട്ട് പഴയ നിയമത്തിൽ നിന്ന് ചില വാക്യങ്ങൾ കൂടി ഉദ്ധരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. शुरुआत में पुराने नियम से कुछ वाक्यों को मैं पढ़ना चाहूंगा. യെശയ്യാ प्रवाചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ. यशायाह की भविष्यता की पुस्तक, उसका 49वां अध्याय और उसका 15 और 16वां पद. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. क्या यह हो सकता है कि कोई माता अपने दूध पीते बच्चे को भूल जाए और अपने जन्माए हुए लड़के पर दया ना करे? हाँ, वो तो भूल सकती है, परंतु मैं तुझे नहीं भूल सकता. देख, मैंने तेरा चित्र अपनी हथेलियों में खोद कर बनाया है. तेरी शहरपना सदैव मेरी दृष्टि के सामने बनी रहती है. ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की महिमा हो. വലിയവനായ ദൈവത്തിൻ്റെ മനസ്സലിവിനെ തുറന്ന് കാട്ടുന്ന ഒരു വാക്യമാണ്. परमेश्वर के उस हृदय के पिघलने को खोलकर दिखाने वाला एक वाक्य. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് മലയാളത്തിൽ പറയുന്നത് പൊക്കിൾ കോടി ബന്ധം അല്ലേ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. एक माता और एक बच्चे के बीच के संबंध को हम उसका अम्बिलिकल कॉर्ड रिलेशनशिप, उस प्रकार के एक बंधन को हम देखते हैं. ആ ബന്ധത്തിന്റെ പ്രത്യേകത മീറ്റിംഗ് കഴിയുമ്പോൾ ഡോക്ടർ എലിസബത്തിനോട് ചോദിക്കുക. उस संबंध की जो विशेषता है वो डॉक्टर एलिजाबेथ बेहतर बता सकती हैं. ആ ബന്ധം ഒരു പ്രത്യേക ബന്ധമാണ്. बहुत ही प्रत्येक एक विशेष संबंध. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, കർത്താവ് പറയുന്നത് താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? എന്നാൽ പിന്നീട് പറയുന്നത്, അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. यहाँ पे इस प्रकार लिखा है, अगर माता भी अपने जन्माए हुए लड़के को शायद भूल जाए, मैं तुझे ना भूलूंगा. मैंने तेरे चित्र अपनी हथेलियों में
खोद कर बनाया है। I have engraved you in my inner palms. मैंने तेरा चित्र अपनी हथेलियों में खोद कर बनाया है। ഉള്ളം കയ്യിൽ നിന്നെ ഞാൻ വരച്ചിരിക്കുന്നു. अपनी हाथ की हथेलियों में खोद कर बनाया। ഓർമ്മിപ്പിക്കുന്ന എന്താണ്? കണ്ണ് തുറക്കുമ്പോൾ ആദ്യം പതിയുന്നത് ഈ കയ്യിൽ വരച്ചിരിക്കുന്ന നമ്മയാണ്. जब हमारा परमेश्वर आंख खोलता है तो पहले इस हथेलियों में जो खोद कर बनाया हमारे चित्र को वो देखता है। 32 വാക്യത്തിൽ അതേ അധ്യായം തന്നെ ഇനി നമുക്ക് വേറൊരു ഭാഗം കൂടി നമുക്ക് നോക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 22 23 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ലാമെന്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 22 and 23. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയും. विलाप गीत उसका 3रा अध्याय 22, 23, 24 में हम इस प्रकार पढ़ते हैं, अब मिट नहीं गए यहोवा की महा करुणा का फल है, क्योंकि उसकी दया अमर है, प्रतिभोर वह नई होती है, तेरी सच्चाई महान है। मेरे मन ने कहा, यहोवा मेरा भाग है, इस कारण मैं उसमें आशा रखूंगा. യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. यहोवा की महा करुणा का फल है, और क्योंकि उसकी दया अमर है. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. प्रतिभोर वह नई होती रहती है, तेरी सच्चाई महान है. ആ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ പഴയ ഒരു ഇംഗ്ലീഷ് ഹിമ്മാണ്, ഗ്രേറ്റ് ഇസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്, ഗ്രേറ്റ് ഇസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. Great is thy faithfulness, O God my Father. Morning by morning new mercies I see. All I have needed thy hands have provided. Great is thy faithfulness, Lord, unto me. അവന്റെ വിശ്വസ്തത എത്രയോ വലുതാണ്. उसकी विश्वास योग्यता कितनी बड़ी है. അവന്റെ കരുണ, അതിനൊരു അന്തമില്ല. കരുണയുടെ സാഗരമാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. उसकी करुणा का कोई अंत नहीं है, वो करुणा का सागर है. परमेश्वर के नाम की महिमा. അതേ അധ്യായത്തിലെ 32-ാം വാക്യം, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 32-ൽ നമ്മൾ വായിക്കുന്നത്, അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. 3 के 32 में विलाप गीत हम पढ़ते हैं, चाहे वह दुख भी दे तो भी अपनी करुणा की बहुतायत के कारण वह दया भी करता है. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ദുഃഖിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മെ കടത്തിവിടും. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നത്, തന്റെ മഹാദയയ്ക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. कई बार हमारे जीवन में परमेश्वर हमें दुख से भी लेकर चल सकता है, लेकिन हमने जिस प्रकार पढ़ा, उसकी करुणा की बहुतायत के कारण वह दया भी करता है. പഴയ നിയമത്തിലെ വേറൊരു വാക്യം കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. 86-ാം സങ്കീർത്തനം അതിന്റെ 15-ാം വാക്യം. पुराने नियम से एक और पद हम पढ़ेंगे, 86 भजन संहिता और उसका 15-ാം വാക്യം. 15वां पद. നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. हम इस प्रकार पढ़ते हैं उसके 15वें पद में, परंतु प्रभु तो दयालु और अनुग्रहकारी परमेश्वर है. നീ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. तू दयालु और अनुग्रहकारी परमेश्वर है. ഇത് പഴയ നിയമത്തിലെ ദൈവത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന പ്രവാചകന്മാരിലും സങ്കീർത്തനക്കാരിലുമുള്ള വാക്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് നാം കൊണ്ടുവന്നത്. पुराने नियम में जो परमेश्वर के भविष्यवक्ता हैं, जो जिन्होंने भजन संहिता लिखी है, उनके वाक्य हमारे दिलों में हम लेकर आए. എന്നാൽ ഇതിന്റെ എല്ലാം വ്യക്തിരൂപമായിട്ട് നാം കാണുന്നത് പുതിയ നിയമത്തിൽ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. लेकिन नए नियम में इन सब बातों का एक व्यक्ति रूप जो हम देखते हैं, वो हमारा प्रभु यीशु मसीह है. In the New Testament we see the divine compassion
personified in Christ Jesus. हम नए नियम में उस स्वर्गीय करुणा का व्यक्ति रूप प्रभु यीशु मसीह में देखते हैं। എല്ലാ ഘട്ടത്തിലും താൻ ചെയ്ത അത്ഭുതം, അടയാളം, താൻ ചെയ്ത ഓരോ ശുശ്രൂഷകളിലും, ഓരോ രോഗസൗഖ്യം, ഏതൊക്കെ കാര്യങ്ങൾ താൻ ചെയ്തോ അവിടെ എല്ലാം കർത്താവിന്റെ മനസ്സലിവ് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. जितने भी कार्य हमारे प्रभु यीशु मसीह ने किए, उसके अद्भुत कार्य, उसके चिन्ह और जितने भी महाकार्य किए, उस सब में उसकी उस महाकरुणा का दृश्य हम देख सकते हैं। മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട് കർത്താവും ശിഷ്യന്മാരും വളരെ സമയം ഒരുമിച്ചായിരിക്കുന്നു. मरकुस रचित सुसमाचार उसके 6ठे अध्याय में जब आते हैं, हम पढ़ते हैं प्रभु यीशु मसीह और उसके शिष्य एक साथ कई समय बिताते हैं। ഒരു ഘട്ടം വന്നപ്പോൾ അവിടെ ശിഷ്യന്മാര് പറയുകയാണ്, ഇവരെ പറഞ്ഞു വിടുക. एक समय वहां पे शिष्यगण उससे कहते हैं कि इन्हें आप विदा कर दीजिए। 6-ാം അധ്യായത്തിലെ 35-36 ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശം, നേരവും നന്നേ വൈകി, ഭക്ഷിപ്പാൻ ഇല്ലായികയാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. 6 के 35-36 में इस प्रकार पढ़ते हैं, जब दिन बहुत ढल गया तो उसके चेले उसके पास आकर कहने लगे, ये सुनसान जगह है और दिन बहुत ढल गया है, उन्हें विदा करके चारों ओर के गांवों और बस्तियों में जाकर अपने लिए कुछ खाने को मोल लें। ശിഷ്യന്മാർക്ക് അത് മാത്രമേ ചിന്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ. शिष्यगण केवल इन बातों को ही सोच सकते थे। അവരെ പറഞ്ഞു വിടുക, उन्हें विदा कर दें, അവർ പോയിക്കൊള്ളട്ടെ, उन्हें जाने दीजिए, അവർക്ക് വേണ്ടിയുള്ള ആഹാരം അവർ കണ്ടുകൊള്ളട്ടെ. उनके लिए जो आहार है, खाने की चीज है, वो खुद ही उसका बंदोबस्त करेंगे। എന്നാൽ മനസ്സലിവുള്ള കർത്താവ് അവരെ നോക്കിയപ്പോൾ എങ്ങനെയാണ് കണ്ടത്? लेकिन इस करुणा में परमेश्वर जब उन्हें देखा तो उन्हें कैसे देखा? 34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു. 34 पद में इस प्रकार देखते हैं, और उन पर तरस खाया क्योंकि वे उन भेड़ों के समान थे जिनका कोई रखवाला ना हो। ഹിന്ദിയിൽ ആ വാക്ക് വളരെ മനോഹരമായ ഒരു വാക്കാണ്. അവരോട് തരസ്സുണ്ടായി, തരസ് ഖായ, മനസ്സലിവ് തോന്നി അവരോട്. और उन पर तरस खाया। ശിഷ്യന്മാരുടെ മനസ്സെങ്ങനെയായിരുന്നു? क्या शिष्यों का मन इस प्रकार था? അവരെ പറഞ്ഞു വിടുക, उन्हें विदा कर दें, let them fend themselves. वो अपने लिए खाना खोज लेंगे। എന്നാൽ പിന്നീടുള്ള സംഭവത്തെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ വായിക്കുന്നത്, എല്ലാവരും തിന്ന് തൃപ്തരായി. और उसके बाद क्या हुआ हम अच्छी तरह जानते हैं। 42वें पद में सब खाकर तृप्त हो गए। അതിനുശേഷം 45-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, തൃപ്തിയായ ജനത്തെ വിട്ടയച്ചത് നമ്മുടെ കർത്താവാണ്. और उसके 45वें पद में हम देखते हैं, ये जो लोग जो तृप्त हो गए, उन्हें परमेश्वर ने अपने अपने जगहों में भेज दिया। ശിഷ്യന്മാർ അവരെ വെറും കൈയോടെ പോകുവാൻ വേണ്ടി ആണ് അവർ ചിന്തിച്ചതും അവിടെ സജഷൻ നൽകിയതും. शिष्यों ने इस प्रकार कहा कि उन्हें खाली हाथ छोड़ दें। എന്നാൽ നമ്മുടെ കർത്താവ് അവരുടെ ആവശ്യം മനസ്സിലാക്കി അവർക്ക് ആ സമയത്ത് ആവശ്യമുള്ളത് നൽകി അവർ തിന്ന് തൃപ്തരായി. അതിനുശേഷമാണ് കർത്താവ് അവരെ പറഞ്ഞയച്ചത്. लेकिन हमारे प्रभु ने उनकी आवश्यकता को समझा और उन्हें पूर्ण रूप से तृप्त किया और उसके बाद उन्हें विदा किया। ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की महिमा। ഒരാഴ്ചന് 1 പത്രോസ് 3-8 വാക്യം വായിച്ചപ്പോൾ ഇത് ദൈവം നൽകിയ ഒരു വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വാക്യമാണ് ആ ഭാഗം അവസാനിപ്പിക്കാൻ വേണ്ടി. 1 പത്രോസ് 3:8. അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 1 Peter chapter 3:8. Finally, be ye all of one mind, having compassion for one another, love as brethren, be pitiful, be courteous. उस पहले पत्रुस उसका 3रा अध्याय और उसके 8वें पद में इस प्रकार पढ़ते हैं, अतः सबके सब एक मन और कृपा में और भाईचारे की प्रीति रखने वाले और करुणा में और नम्र बनो। 1 പത്രോസ് 3:8 നമ്മൾ വായിച്ച ഭാഗം എല്ലാവരും ഒന്ന് അടിവര ഇടുന്നത് വളരെ നന്നായിരിക്കും. മലയാളത്തിൽ വീണ്ടും ഞാനൊന്ന് വായിക്കട്ടെ. എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പീൻ. अतः सबके सब एक मन
और कृपामय और भाईचारे की प्रीति रखने वाले और करुणामय और नम्र बनो। 9-ാം വാക്യം കൂടി ചേർത്ത് വായിക്കട്ടെ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പീൻ. 9वां पद भी हम पढ़ेंगे, बुराई के बदले बुराई मत करो और ना गाली के बदले गाली दो, पर इसके विपरीत आशीष ही दो, क्योंकि तुम आशीष के वारिस होने के लिए बुलाए गए। അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് എന്നാണ് മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഹിന്ദിയിൽ നമ്മൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു, അനുഗ്രഹത്തിന്റെ ഒരു മാരി, ഒരു പെരുമഴ തന്നെ ലഭിക്കേണ്ടതിന് നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പീൻ. और इसके विपरीत तुम आशीष ही दो, क्योंकि तुम आशीष के वारिस होने के लिए बुलाए गए। കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തയോടുകൂടി 3 സന്ദർഭങ്ങൾ എവിടെയാണ് കർത്താവ് തന്റെ മനസ്സലിഞ്ഞത് അത് ചുരുക്കമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. परमेश्वर हमारी सहायता करे इन बातों को मन में रखते हुए 3 जगहों में जहां पर हमारे परमेश्वर का दिल मन पिघल गया, उन बातों को हम देखना चाहेंगे. എഴുതിയെടുക്കുന്നവര് ഞാൻ 7 റെഫറൻസും തരാം പ്രാരംഭമായിട്ട് തന്നെ. എന്നാൽ അതിൽ 3 മാത്രമാണ് നമ്മൾ വ്യക്തമായിട്ട് ധ്യാനിക്കുന്നത്. जो लोग लिख के लेना चाहते हैं उनके लिए मैं 7 पदों को बखान करूंगा, लेकिन 3 पदों का ही हम चिंतन करेंगे. ആദ്യത്തേത് നാം കാണുന്നത് മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 15 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ. पहला हम देखते हैं मत्ती रचित सुसमाचार उसका 18वां अध्याय 15वें पद से लेकर 35वें पद तक. അത് നമ്മൾ വ്യക്തമായിട്ട് ചിന്തിക്കുന്നതായിരിക്കും. उसके विषय में हम विवरण के साथ उसका चिंतन करेंगे. രണ്ടാമത്തേത് दूसरा മർക്കോസ് 5-ന്റെ 1 മുതൽ 20 വരേക്കും. मरकुस रचित सुसमाचार उसका 5वां अध्याय 1 से लेकर 20 पद तक. അടുത്തത് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 11 മുതൽ 18 വരേക്കും. तीसरा लूका रचित सुसमाचार उसका 11वां अध्याय 7 से लेकर 7वां अध्याय 11 से लेकर 18 तक. അടുത്തത് നാം കാണുന്നത് മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 17 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. तीसरा हम देखते हैं मत्ती रचित सुसमाचार उसका 20वां अध्याय 17 से लेकर 34 पद तक. വീണ്ടും ഒരെണ്ണം നാം കാണുന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 32 മുതൽ 34 വരെയുള്ള ഭാഗത്ത്. और फिर इब्राहिम की पत्री उसका 10वां अध्याय और उसका 32 से 34 तक. ഇനി വിശദമായിട്ട് ചിന്തിക്കേണ്ട രണ്ടാമത്തെ ഭാഗം എടുത്തിരിക്കുന്നത് അത് നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നാണ്. और दूसरा जो भाग हमने लिया है वो लूकोस रचित सुसमाचार लूका रचित सुसमाचार उसके 10वें अध्याय से है. മൂന്നാമത്തെ വിശദമായിട്ട് ചിന്തിക്കേണ്ട ഭാഗം എടുത്തിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നാണ്. और तीसरा जो भाग लिया है वो भी लूका रचित सुसमाचार उसके 15वें अध्याय से है. 7 റെഫറൻസസും ഞാൻ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് 3 മാത്രമാണ് നമ്മൾ അല്പം വിശദമായിട്ട് നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുവാനായിട്ട് പോകുന്നത്. 7 वाक्य मैंने दिए, लेकिन उसमें से केवल 3 भागों को हम विवरित रूप में देखेंगे. പ്രാരംഭമായിട്ട് നാം കാണുന്നത് മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം അതിൽ നിന്നുള്ള ഭാഗം. सबसे पहले हम देखेंगे मत्ती रचित सुसमाचार उसका 18वां अध्याय. അതിന്റെ 15 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. उसके 15 से लेकर कुछ पदों को हम प्रारंभिक रूप में पढ़ेंगे. 18-ാം അധ്യായത്തിൽ നിന്നാണ്. 18-ാം അധ്യായത്തിലെ 15-ാം വാക്യം ഞാൻ ആദ്യം വായിക്കട്ടെ. 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. 15-ാം വാക്യം. यदि तेरा भाई तेरे विरुद्ध अपराध करे तो जा और अकेले में बातचीत करके उसे समझा. यदि वह तेरी सुने तो तूने अपने भाई को पा लिया. ഇംഗ്ലീഷില് ഈ അനുകമ്പ എന്ന് പറയുന്ന അല്ലെങ്കിൽ മനസ്സലിവ് എന്ന് പറയുന്നതിന് അല്പം ചേർന്നുള്ള ചില വാക്യങ്ങൾ വേറെ ഉണ്ട്. इंग्लिश में जहां हम करुणा और अनुकंपा के विषय में पढ़ते हैं और भी कुछ वाक्य हैं जो इससे मिले हैं. അതിന് ഏറ്റവും താഴത്തെ തട്ടിൽ ആയിരിക്കുന്ന ഒരു പദമാണ് പിറ്റി എന്ന് പറയുന്നത്. उसके सबसे निचले हिस्से में जो वाक्य है वो है दूसरों पर इस दुख या
सहताप की उस भावना। Yeah. അതിന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് സഹതാപം എന്ന്. और मलयालम में उसको कहते हैं, उसको सहताप के रूप में हम देख सकते हैं। ഒരു വ്യക്തി പ്രയാസത്തിലായിരിക്കുന്നു, ശാരീരികമോ മാനസികമോ, അപ്പൊ അതിൽ we take pity, അതിൽ നമ്മൾ സഹതാപം കാണിക്കുന്നു. एक व्यक्ति अगर दुख में है, एक समस्या में है, उसके साथ हम मिलकर उसी चिंता में रहते हैं, उसके साथ मिलते हैं उस भाग में। Yeah. അതൊരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു ഉള്ളിൽ വരുന്ന ഒരു പ്രേരണയാണ്. एक मानसिक रूप में हमारे दिल में इस प्रकार की एक प्रेरणा आती है। അതിന് ഒരു ഡിഗ്രി കൂടിയതാണ് സിമ്പത്തി എന്ന് പറയുന്നത്. उससे एक स्तर ऊपर है जो सिंपति के नाम में हम जानते हैं। അതിന് നമ്മൾ സഹതാപം എന്ന് പറയും. उसको भी हम सहताप या फिर करुणा के रूप में देखते हैं। എന്നാൽ ഈ സിമ്പതിയെക്കാട്ടിലും ഒരു ഡിഗ്രി കൂടി മുകളിലുള്ളതാണ് എംപത്തി എന്ന് പറയുന്നത്. लेकिन इस सिंपति से भी एक डिग्री, एक स्तर ऊपर है, जिसको हम एम्पैथी अंग्रेजी में कहते അതിന് हैं। മലയാളത്തിൽ നമ്മൾ പറയുന്നത് സഹാനുഭൂതി എന്ന്. उसको हम हिंदी में भी सहानुभूति के नाम से कहते हैं। അതായത് അദ്ദേഹത്തിന്റെ പ്രയാസത്തിൽ നമ്മളും അതിനോട് ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളും അതിൽ നമ്മുടെ സോളിഡാരിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. हम उस व्यक्ति के उस मुश्किल समय में हम उसके साथ जुड़कर उसी के समान हो जाते हैं। സഹാനുഭൂതി, അദ്ദേഹത്തിന്റെ അനുഭൂതി അത് എന്റെ അനുഭൂതി എന്ന നിലയിൽ നാം അതിനെ കണക്കിടുന്നു. सहानुभूति का मतलब उनका जो अनुभव है वो मेरा अनुभव है, इस प्रकार मैं मानता हूँ। എന്നാൽ ഏറ്റവും മുകളിലുള്ള സൂപ്പർലേറ്റീവ് ആയിരിക്കുന്ന ഒരു വിഷയമാണ് ഈ മനസ്സലിവ് അല്ലെങ്കിൽ അനുകമ്പ എന്ന് പറയുന്നത്. लेकिन इन सबसे ऊपर, सबसे उन्नति में रहने वाला जो विषय है वो ये है, ये मन पिघलना या अनुकंपा, इस प्रकार के शब्द। കഠിനമായ ഹൃദയം, മാംസള ഹൃദയം എന്ന് പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. हम इस प्रकार प्राणी में पढ़ते हैं, कठिन हृदय जो पिघलता नहीं। കമ്പാഷൻ എന്ന് പറയുന്നത് ആർദ്ര ഹൃദയമുള്ളവൻ. करुणा का अर्थ ये है एक बहुत ही अच्छा, एक सॉफ्ट हृदय वाला व्यक्ति। മനസ്സലിവ്, पिघलने वाला एक मन। കഠിനമായ ഒരു മനസ്സല്ല, പിന്നെയോ അലിയുന്ന മനസ്സ്. एक कठिन मन नहीं, बल्कि ऐसा मन जो कि पिघल जाता है। ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഒരു പർട്ടിക്കുലർ ഒരു ഓർഡറിനെ കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. यहाँ पे हमारा प्रभु यीशु मसीह एक प्रत्येक क्रम के रूप में बताते हैं, उसके विवरण के अंदर नहीं जाएंगे हम। എന്നാൽ അതിന്റെ തുടക്കം എന്ന നിലയിൽ 15-ാം വാക്യത്തിൽ വായിച്ച സത്യം നമ്മൾ ഗ്രഹിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. और इसकी शुरुआत में एक जो हमने पद पढ़ा, 15वां पद, उसमें जो सत्य है आपने समझा होगा। അത് കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസിന് ഒരു ചോദ്യം. जब इस विषय को सुन लिया तो पतरस ने एक सवाल पूछा। പത്രോസിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം എനിക്ക് വലിയ സന്തോഷമാണ്, കാരണം അതെല്ലാം എൻ്റെ ചോദ്യവുമാണ്. जब पतरस सवाल पूछता है तो मुझे बहुत खुशी है, क्योंकि ऐसे सवाल मैं भी पूछता हूँ। അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം, 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. और पतरस उसके पास आकर सवाल पूछता है, परमेश्वर एक भाई मेरे से कितने बार मैं उसको माफी दूं? 7 बार माफी काफी है क्या? 7 പ്രാവശ്യം നല്ല സംഖ്യയാണ് അല്ലേ? 7 एक अच्छी संख्या है। പത്രോസ് ഇച്ചിരി ഹൈ ആയിട്ടായി പറഞ്ഞത് 7 എന്ന് പറയുന്നത്. पतरस ने बहुत ही ऊंचा इसको पकड़ा था, 7। പരീശന്മാരുടെ അവരുണ്ടാക്കിയ നിയമത്തിൽ 3 പ്രാവശ്യം മതി എന്നാ പറയുന്നത്. फरीसी लोग हैं वो 3 बार ही रखते हैं, 3 പ്രാവശ്യം മതി, 3 काफी है। എന്നാൽ ഇവിടെ പത്രോസ് പറയുന്നു 7 പ്രാവശ്യം മതിയോ? पतरस पूछता है 7 बार काफी है क्या? അവിടെ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഫരീശന്മാരുടെ നിയമാവലിയെക്കാട്ടിലും വളരെ കൂടുതലാണ് ഞാൻ പറയുന്നത്. മോർ ദാൻ ഡബിൾ, 7 പ്രാവശ്യം മതിയോ? फरीसियों का नियम है उससे काफी ज्यादा, मैंने दोगुना से भी ज्यादा है, 7 काफी है क्या? എന്നാ കർത്താവ് പറയുന്ന ഉത്തരം ശ്രദ്ധിക്കുക. 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. परमेश्वर ने कौन सा पद? അടുത്ത 22. परमेश्वर उसके 22 पद में लिखता है, मैं तुझसे ये नहीं कहता कि 7 बार तक, वरन 7 बार के 70 गुने तक। അതിന്റെ അർത്ഥം 490 എന്ന ഒരു ലിമിറ്റ് ആണോ? उसका अर्थ 490 उस तरह का एक लिमिट है क्या? അല്ല. ऐसा नहीं। നമുക്കറിയാം നമ്മുടെ ഒരു 3-3-3 റൂൾ ഉണ്ട്. हम जानते हैं 3-3-3 करके एक नियम है। നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ഒരു ഹാബിറ്റ് ആക്കണമെങ്കിൽ
हमारे जीवन में अगर किसी स्वभाव को हमें सीखना है, ലൈഫ് സ്റ്റൈൽ ആക്കണമെങ്കിൽ 3 ദിവസം എന്ത് കഷ്ടം വന്നാലും 3 ദിവസം ആവർത്തിക്കണം. अगर जीवन शैली बनाना है तो कितना भी कष्ट हो 3 दिन तो उसको हमें पालन करना है। അതിന് ശരിക്കും മൊമെന്റം കൊണ്ടുവരണമെങ്കിൽ 3 ആഴ്ച ആവർത്തിക്കണം. अगर उसमें एक अच्छी गति लेकर आना है तो उसका 3 सप्ताह तक हमें पालन करना അതുപോലെ തന്നെ 3 മാസം തുടർന്നാൽ പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടു മാറുകയില്ല. है। और अगर उस चीज को अगर हम 3 महीने तक पालन करते हैं तो हमारे जीवन का हिस्सा बन जाता അപ്പൊ ഈ 70 വട്ടം 7 എന്ന് പറയുന്നത് അതായത് എത്ര പ്രാവശ്യമാണെങ്കിലും ക്ഷമിക്കാൻ തയ്യാറായിരിക്കണം. है। और ये 7 बार के 70 गुने तक का अर्थ है कितने भी बार हो हमें क्षमा करने के लिए तैयार रहना है। അതിനുശേഷമാണ് അവിടെ ഒരു ഉപമയെ കുറിച്ച് അവിടെ പറയുന്നത്. उसके बाद वहां पर एक उदाहरण देते हैं, അത് നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. हम जानते हैं उस भाग को। അതിന്റെ 27-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് उसके 27वें पद में जब आते हैं, അപ്പോൾ ആ ദാസന് യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. तब उस दास के स्वामी ने तरस खाकर उसे छोड़ दिया और उसका कर्ज भी क्षमा कर दिया। ആ വലിയ കടമുള്ള ദാസൻ വന്നിട്ട് എന്താ പറഞ്ഞത്? യജമാനനെ, അതിന് മുൻപിലത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യജമാനന് എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. वो जो कर्जदार था उसने क्या कहा? उसके पहले पद में 26वें पद में पढ़ते हैं, स्वामी धीरज धर, मैं सब कुछ भर दूंगा। എന്നാൽ ആ പറഞ്ഞ സമയത്ത് തന്നെ യജമാനൻ നന്നായിട്ട് അറിയാം ഇവൻ തരാനും പോകുന്നില്ല, ഇവനെ കൊണ്ട് അത് സാധിക്കത്തുമില്ല. जब वो ये शब्द कहता है तभी उसका स्वामी अच्छी तरह जानता है ये दे भी नहीं पाएगा और उससे ये संभव भी नहीं। അവന്റെ വാക്കുകളെല്ലാം പാഴ്വാക്ക് മാത്രമാണ്. उसके शब्द केवल व्यर्थ शब्द हैं। എന്നിട്ടും फिर भी യജമാന്റെ മനസ്സലിഞ്ഞു, उस स्वामी ने तरस खाया, അവനെ വിട്ടയച്ചു. उसको छोड़ दिया। അത് മാത്രമല്ല, इतना ही नहीं, അവന്റെ കടവും ഇളച്ചു. उसका कर्ज भी क्षमा कर दिया। കടം കംപ്ലീറ്റ് ഇളച്ചു കൊടുത്തു. कर्ज को पूर्ण रूप से क्षमा कर दिया। നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ പിന്നിൽ ഈ സത്യമില്ലേ? हमारे आत्मिक जीवन में जो खुशी हम अनुभव करते हैं उसके पीछे ये सत्य नहीं है क्या? കർത്താവിന്റെ ബഹുവിധമായ ദയാ കാരണമല്ലേ നാം ആയിരിക്കുന്നത്? परमेश्वर की उस बहुतायत के दया के कारण हम आज इस प्रकार हैं। വലിയവനായ ദൈവത്തിന്റെ ദയയ്ക്ക് പാത്രീഭൂതരാകുവാൻ എന്തെങ്കിലും നന്മ നമ്മളിൽ ഉണ്ടായിരുന്നോ? परमेश्वर की उस दया के पात्र होने के लिए कुछ खासियत खूबी हमारे जीवन में थी। പാപത്തിന്റെ അടിമത്വത്തിൽ നാം ആയിരുന്നു. हम उस पाप के बंधन में थे, അവൻ നമ്മെ വിട്ടയച്ചു. परमेश्वर ने हमें छोड़ दिया। അത് മാത്രമല്ല, इतना ही नहीं, പാപത്തിന്റെ മുഴുവൻ കടവും അവൻ ഇളച്ച് നൽകി. उस पाप का पूरा जो कर्ज है उसने क्षमा कर दिया। അതാണ് നമ്മൾ ആസ്വദിച്ചായിരിക്കുന്നത്. उसका ही वो अनुभव हम करते हैं। നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? हमें क्या करना है? ദൈവത്തിന്റെ അതേ മനസ്സലിവ് നമ്മോട് ആ വിധത്തിൽ പെരുമാറുന്നോട് അവരോട് കാണിക്കണം. परमेश्वर ने जो तरस हम पर खाया, जो उसका मन पिघल गया, हमसे जो लोग बर्ताव करते हैं हमारा भी यही बर्ताव होना। അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, ദാവീദ് പറഞ്ഞത്, യഹോവയുടെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഭവനത്തിൽ ആരെങ്കിലും ഉണ്ടോ? इसीलिए दावीद ने कहा कि मैं यहोवा की उस दया करुणा को दिखा सकूं, शाऊल के घराने में कोई है क्या? യഹോവയുടെ ആ റിസർവോയറിൽ നിന്നുള്ള ദയയും കരുണയും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു. परमेश्वर के उस शेखरन से जो दया है मैंने उसका अनुभव किया। അത് കാണിക്കാൻ വേണ്ടി ശൗലിന്റെ ഗൃഹത്തിൽ ആരെങ്കിലും ഉണ്ടോ? उसको दिखाने के लिए क्या शाऊल के घराने में कोई जीवित है? കർത്താവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. परमेश्वर हमसे बातें करते रहे। എഫെസ്യർ 4:32 ഒന്ന് വായിച്ച് മുൻപോട്ട് പോകാം. इफिसियों की पत्री 4 अध्याय 32वें पद को हम पढ़ेंगे। എഫെസ്യർ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. एक दूसरे पर कृपालु और करुणामय हो, और जैसे परमेश्वर ने मसीह में तुम्हारे अपराध क्षमा किए वैसे ही तुम भी एक दूसरे के अपराध क्षमा करो। ഇതും അടിവരയിടുന്ന ഒരു വാക്യമാണ്. ये भी ऐसा एक वाक्य है जिसको हमें बहुत ध्यान देना है। ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം.
दूसरे भाग की तरफ आएंगे, लूका रचित सुसमाचार उसका 10वां अध्याय। അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഉപമയെക്കുറിച്ച് അല്ലെങ്കിൽ ദ സ്റ്റോറി ഓഫ് ദ ഗുഡ് സാമറിറ്റൻ, അത് നമുക്ക് വളരെ സുപരിചിതമാണ്. वहां पर जो लिखा गया दृष्टांत, जो कहानी है, उसके भी हम अच्छी तरह उससे परिचित हैं। 10ാം അധ്യായത്തിലെ 25 മുതലുള്ള വാക്യങ്ങളിലാണ് നാം ആ ഭാഗ്യം നാം വായിക്കുന്നതും ധ്യാനിക്കുന്നതും. 10वें अध्याय के 25 पद से लेकर हम उन भागों को पढ़ते हैं। 10ാം അധ്യായത്തിലെ 25ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ വായിക്കാനായിട്ട് നമുക്ക് സമയമില്ല, നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണല്ലോ. 10वें अध्याय के 25 से लेकर के भाग, ये भाग हम अच्छी तरह जानते हैं। ഈ നല്ല ശമരിയക്കാരന്റെ ഈ ഉപമ അതിന് വളരെ അധിക പ്രത്യേകത ഉള്ളതാണ്. ये जो दयालु सामरी का दृष्टांत है, इसकी बहुत सी विशेषताएं हैं। ഈ ഒരു സംഭവ വികാസം ഞാൻ ബൈബിളിൽ നിന്നല്ല ആദ്യം വായിച്ചു പഠിച്ചത്. ये जो कहानी है, ये मैंने बाइबल से पहली बार नहीं पढ़ा। ദൈവമക്കൾക്കറിയാം, ഞാൻ ഒഡിയ മീഡിയത്തിലാണ് എൻ്റെ ഹൈസ്കൂൾ വരയ്ക്കും പഠിച്ചത്. आप जानते हैं कि मैं हाई स्कूल तक उड़िया मीडियम में पढ़ाई किया। സെക്കൻഡറി സ്റ്റാൻഡേർഡില് അന്നത്തെ ഒഡിയ ടെക്സ്റ്റ് ബുക്കില് ഒരു ലെസൺ ഉണ്ടായിരുന്നു. सेकेंडरी की पढ़ाई में वहाँ के उस समय के उड़िया की पुस्तक में एक इस प्रकार से पाठ था। അത് ഈ സ്റ്റോറി ആയിരുന്നു. वो ये कहानी थी। ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലായോ? मैंने ये क्यों कहा, आप समझ गए होंगे। അന്നത്തെ സമയത്ത് ഒരു റിലീജിയസ് ഹാർമണി നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനത്തുണ്ടായിരുന്നു. उस समय एक धार्मिक रूप में सभी धर्मों का एक मिलन हमारे इस राज्य में। അപ്പൊ ബൈബിളിൽ നിന്ന് ഒരു മോറൽ സ്റ്റോറി ഒരു പ്രിസ്ക്രൈബ്ഡ് ബുക്കിൽ ആഡ് ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ലായിരുന്നു. बाइबल में से एक अच्छी कहानी को लेकर एक सेकुलर बुक में लाने में कोई समस्या नहीं थी। വേറൊരു പ്രത്യേകത, ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമാണ്. दूसरी विशेषता यह है, इसके विषय में केवल लूका रचित सुसमाचार में ही लिखा गया है। അവിടെ നമ്മൾ വായിക്കുന്നത് 25ാം വാക്യത്തിൽ ആ ന്യായശാസ്ത്രി വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. ആ ചോദ്യം എന്ന് പറയുന്നത് കർത്താവിനൊന്ന് പരീക്ഷിച്ച് നോക്കുവാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം. 25 पद हम देखते हैं, व्यवस्थापक उठकर परमेश्वर से ये सवाल पूछता है, उसे परीक्षा में डालने के लिए। അവിടെ എഴുതിയിട്ടുണ്ട് ആ കാര്യം. എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ये कहकर उसकी परीक्षा करने लगा। അതിന് കർത്താവ് 2 ചോദ്യങ്ങളാണ് അങ്ങോട്ട് ചോദിച്ചത്. അതാണ് കർത്താവിന്റെ രീതി. उसके उत्तर के रूप में परमेश्वर ने 2 सवाल उससे पूछा। ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? व्यवस्था में क्या लिखा है? അതിലേക്കാളും ഉപരിയായിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്ത ചോദ്യം. उससे भी बढ़कर है दूसरा सवाल, നീ എങ്ങനെ വായിക്കുന്നു? तू कैसे पढ़ता है? മക്കളെ മനസ്സിലാവുന്നുണ്ടോ? समझ में आ रहा है? ഞാൻ വേദപുസ്തകമായിട്ട് ഇരിക്കുമ്പോൾ 3 ചോദ്യങ്ങൾ ഞാൻ എന്നെ തന്നെ ചോദിക്കും. जब मैं परमेश्वर के बच्चे के साथ बैठता हूं तो मैं 3 सवाल अपने आप से पूछता हूं। ഒന്ന്, पहला, what does the Bible say? वचन क्या कहता है? വേദപുസ്തകം എന്ത് പറയുന്നു? वचन क्या कहता है? What does it mean? उसका अर्थ क्या है? അത് എന്താണ് അതിന്റെ വിശദാംശം? उसका अर्थ क्या है? What does it mean to me? उसका अर्थ मेरे लिए क्या है? എന്നെ സംബന്ധിച്ച് ദൈവാത്മാവ് എന്നോട് എന്ത് ആ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു? परमेश्वर की आत्मा मेरे संबंध में मुझसे क्या बातें करना? ആ 2 സെർച്ചിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കർത്താവ് ആ ന്യായശാസ്ത്രിയോട് ചോദിക്കുന്നത്. उसमें से 2 सवाल उस व्यवस्थापक से परमेश्वर पूछते हैं। അവിടെ വായിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നു, നീ ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു? व्यवस्था में क्या लिखा है, तू कैसे पढ़ता है? ഈ ചോദ്യം ദൈവമക്കളെ നിങ്ങളെ തന്നെ ഒന്ന് ചോദിക്കുക. ये सवाल हम भी अपने आप से पूछें। വേദപുസ്തകത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? व्यवस्था में क्या लिखा है? ഞാൻ എങ്ങനെയാണ് അതിനെ വായിക്കുന്നത്? मैं उसे कैसे पढ़ता हूं? അതിനുശേഷം കർത്താവ് അവനോട് വീണ്ടും വ്യാഖ്യാനിച്ച് പറയുന്നു. फिर से उसे उत्तर में उस प्रकार प्रभु कहते हैं। അവൻ അതിനുത്തരമായിട്ട് പറയുകയാണ്, വീണ്ടും ഒരു ചോദ്യം. അവിടെ 29ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, 29 അവിടെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ നീ ജീവിക്കുമെന്ന് പറഞ്ഞു. അവൻ തന്നെ താൻ നീതീകരിക്കാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചു. परंतु उसने अपने आप को धर्मी ठहराने की इच्छा से यीशु से पूछा, तो मेरा पड़ोसी कौन है? വീണ്ടും സ്വാർത്ഥതരം നിറഞ്ഞ ഒരു ചോദ്യമാണ് അവൻ ചോദിച്ചത്.
फिर से अपने स्वार्थ से भरा हुआ एक सवाल वो पूछता है। അവിടെയാണ് കർത്താവ് ഈ നല്ല ശമരിയക്കാരനെ കുറിച്ച് അവിടെ വിവരിച്ച് പറയുന്നത്. और तब परमेश्वर इस दयालु सामरी के दृष्टांत का विवरण करते हैं। അത് പറഞ്ഞു കഴിഞ്ഞ് അവനോട് വീണ്ടും കർത്താവ് ചോദിക്കുകയാണ്, ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? इस दृष्टांत के बाद अंत में फिर से उससे सवाल कहता है कि इन तीनों में से उसका पड़ोसी कौन ठहरा? എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു, ഞാനിവിടെ നിർത്തും. मेरा समय समाप्त हुआ, मैं यहाँ पे समाप्त करना चाहूंगा। അവൻ്റെ ഉത്തരം ഒന്ന് ശ്രദ്ധിക്കുക. उसका उत्तर आप ध्यान दीजिए। അവൻ വളരെ റിലക്റ്റൻ്റ്ലി ആണ്, അവന് താല്പര്യമൊന്നുമില്ല, എന്നാൽ ഉത്തരം പറയണമല്ലോ എന്ന് വെച്ച് അവൻ പറയുകയാണ്, അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. बहुत हिचक कर, काफी आग्रह के साथ नहीं, वो इस प्रकार कहता है, वही जिसने उस पर दया की। യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. यीशु ने उससे कहा, जा तू भी ऐसा ही कर। എ വെരി സെർച്ചിങ് ക്വസ്റ്റ്യൻ, बहुत ही खोज करने वाला एक सवाल, എ സെൽഫിഷ് ക്വസ്റ്റ്യൻ, एक स्वार्थी सवाल, എ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. एक सीधा सवाल, ചോദ്യത്തിൽ ആരംഭിച്ച് ചോദ്യത്തിൽ അവസാനിക്കുന്ന ഒരു ഭാഗം. एक ऐसा भाग जो सवाल के साथ शुरुआत हुआ और सवाल के साथ ही अंत होता है। മൂന്ന് പേരും അതിലേക്കൂടെ കടന്നുപോയി. तीनों जन उस जगह से वो എന്നാൽ ഒരുത്തന് മാത്രമേ മനസ്സലിവ് തോന്നിയുള്ളൂ. लेकिन केवल एक ही व्यक्ति को दया करुणा मन में है। ദൈവം നമ്മോട് മനസ്സലിവ് കാണിച്ചു. परमेश्वर ने हम पर तरस खाया। ദൈവം ആഗ്രഹിക്കുന്നത് അതേ മനസ്സലിവോടുകൂടെ നാമും മറ്റുള്ളവരോട് വ്യവഹരിക്കണം. परमेश्वर ये आग्रह करते हैं कि हम भी दूसरों के साथ उसी तरसता के साथ बर्ताव करें। ഇന്ന് രാവിലെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ പാടിയൊരു പാട്ട്, ആത്മീയഗീതങ്ങൾ 610 ഗാനം. आज सुबह हमारी पारिवारिक प्रार्थना में जो हमने गीत गाया वो हमारी आत्मिक गीतमाला में 610 गीत है। അതിനെ 2-3 സ്റ്റാൻസ വായിച്ച് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. उसके 2-3 स्टैंजा में पढ़कर बैठना चाहूंगा। ദൈവത്തിൽ വസിച്ചിടുവാൻ, ദിവ്യ സ്നേഹത്തിൽ രസിച്ചിടുവാൻ, ആത്മാവിൽ ഫലം കായ്പാൻ, നാഥ തരിക നിൻ കൃപാവരങ്ങൾ. കഴിഞ്ഞ വ്യാഴാഴ്ച കോട്ടേജ് മീറ്റിങ്ങിൽ നാം മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കണം എന്ന് നമ്മളെ പ്രബോധിപ്പിച്ചു പ്രിയദാസനിൽ കൂടെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന്. पिछले बृहस्पतिवार को हमने कॉटेज मीटिंग में उस तरीके से परमेश्वर पर जो अनुताप के साथ रिपेंटेंस के विषय में हमने संदेश सुना। അടുത്ത സ്റ്റാൻസയിൽ നമ്മൾ വായിക്കുന്നത്, തിരുഹിതം തികച്ചിടുവാൻ, നാഥ യാഗമായി സമർപ്പിക്കുവാൻ, പരിശുദ്ധൻ അനുരൂപമായി രൂപാന്തരം വരുത്തിയിടുവാൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ വിധത്തിലുള്ള ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ കർത്താവിൻ്റെ മനസ്സലിവ് നാം ദർശിപ്പിച്ച് അതിനനുസരിച്ച് വ്യവഹരിച്ച് ഈ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിപ്പാൻ परमेश्वर हमारी सहायता करे। इस प्रकार से रूपांतरित होकर दूसरों पर तरस खाकर उस प्रकार से व्यवहार कर कर हमारा आत्मिक जीवन हम बिताने पाए। കർത്താവിൻ്റെ വിലയേറിയ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर के बड़े नाम की महिमा।